സ്റ്റീവൻ പിങ്കർ പറഞ്ഞൊരു കാര്യമുണ്ട്. ലാംഗ്വേജ് കംസ് സോ നാച്ചുറലി ടു അസ് that it is easy to forget what a strange and miraculous gift it is. ശരിയാണ്. ഭാഷ നമ്മൾ എത്ര സ്വാഭാവികമായിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? അതെ അതെ. നമ്മളത് ഓർക്കാറ് പോലും ഇല്ല. പക്ഷേ ഈ ഒരു പ്രക്രിയയിൽ ചിലപ്പോൾ പല തടസ്സങ്ങളും നേരിടാം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭാഷാ സംസാര വൈകല്യങ്ങൾ, അതായത് ലാംഗ്വേജ് ആൻഡ് സ്പീച്ച് ഡിസോർഡേഴ്സ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ കയ്യിലുള്ളത് ഈ വിഷയത്തിലെ 4ാമത്തെ യൂണിറ്റിന്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ഇതിലെ പ്രധാന ആശയങ്ങൾ നമുക്ക് ലളിതമായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ശരി. പലപ്പോഴും ഈ വൈകല്യങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അത്രയ്ക്കൊരു അറിവില്ലായ്മയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയിലുള്ളവരെ നമ്മൾ ചിലപ്പോൾ ശരിയായിട്ട് പരിഗണിക്കാതെ പോകാറുണ്ട്. അത് ശരിയാണ്. അപ്പോ നമുക്ക് ഈ വിഷയത്തിലേക്ക് കുറച്ചുകൂടി ഒന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. ഓക്കെ. അപ്പോ ആദ്യം തന്നെ എന്താണ് ഈ ഭാഷാ വൈകല്യങ്ങൾ, അതായത് ലാംഗ്വേജ് ഡിസോർഡേഴ്സ്, പിന്നെ ഈ സംസാര വൈകല്യങ്ങൾ സ്പീച്ച് ഡിസോർഡേഴ്സ്, ഇതൊന്ന് വ്യക്തമാക്കാമോ? പറയാം. സാധാരണ നമ്മൾ സംസാരിക്കുന്ന രീതികളിൽ നിന്ന് ഒരു പ്രകടമായ വ്യത്യാസം വരുമ്പോഴാണ് നമ്മളൊരു സംസാരത്തെയോ അല്ലെങ്കിൽ ഭാഷയെയോ വൈകല്യമുള്ളത് എന്ന് പറയുന്നത്. പക്ഷേ എന്താണ് സാധാരണം എന്നുള്ളത്? അത് ഓരോ ഭാഷ, ഓരോ സംസ്കാരം അതനുസരിച്ച് മാറും. അത് ശരിയാണല്ലോ. അതെ. അതുകൊണ്ട് തന്നെ ഒരു ഭാഷാ സമൂഹത്തിൽ നമ്മൾ വൈകല്യമായി കാണുന്നത് മറ്റൊരിടത്ത് ഒരുപക്ഷെ അങ്ങനെ ആകണമെന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചില ഏഷ്യൻ അമേരിക്കൻ സമൂഹങ്ങളിലൊക്കെ മറ്റുള്ളവരെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട് സംസാരത്തിൽ ചെറിയൊരു മടി, ഒരു അവ്യക്തതയൊക്കെ കാണിക്കാറുണ്ട്. വെർബൽ ഹെസിറ്റൻസി ആൻഡ് ആംബിഗ്വിറ്റി എന്ന് പറയും. അതായത് പെട്ടെന്ന് അഭിപ്രായം പറയുക, വിമർശിക്കുക, അതൊക്കെ അവരെ കുറയ്ക്കാൻ നോക്കും. ഇത് ചിലപ്പോ നമ്മളെ സംസാരത്തിലെ ഒഴുക്കില്ലായ്മ, ഒരു ഫ്ലുവൻസി ഡിസോർഡറായിട്ടൊക്കെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ ശരിക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സംസ്കാരവും സംസാര രീതിയും തമ്മിലുള്ള ഈ ഒരു ബന്ധമാണ്. അപ്പോ ഒരാളുടെ സംസാരം കേൾക്കുമ്പോൾ അയാളുടെ ആ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് അതെന്തായാലും പരിഗണിക്കണം, അല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ വൈകല്യമായിട്ട് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഈ വൈകല്യങ്ങളുടെ വേറൊരു പ്രത്യേകത, ഇത് പലപ്പോഴും പുറമേക്ക് കാണാൻ പറ്റില്ല. നോൺ വിസിബിൾ എന്ന് പറയാം. ശരിയാണ്. പ്രത്യേകിച്ചും ഈ ഉച്ചാരണത്തെ നേരിട്ട് ബാധിക്കാത്ത കേസുകളിൽ ഒരാൾ സംസാരിച്ച് തുടങ്ങുമ്പോഴായിരിക്കും പലപ്പോഴും ഈ വ്യത്യാസങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയിലുള്ള ആൾക്കാർ പോലും അവർക്ക് അങ്ങനൊരു ബുദ്ധിമുട്ട്, ഒരു ഡിസബിലിറ്റി ഉണ്ടെന്ന് ചിലപ്പോൾ തിരിച്ചറിയണമെന്നില്ല. അതെന്തുകൊണ്ടാണ്? അവർക്ക് സ്വയം അത് മനസ്സിലാവാത്തതാണോ? അതൊരു കാരണമാവാം. അല്ലെങ്കിൽ അതിനെ ഒരു വൈകല്യമായിട്ട് അവർ കണക്കാക്കുന്നുണ്ടാവില്ല. ഒരു ശൈലിയുടെ ഭാഗമായിട്ടൊക്കെ കാണാം. ഓക്കെ. അപ്പോ ഈ വൈകല്യം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാവാം? പിന്നെ ഈ ഭാഷാ വൈകല്യങ്ങളും സംസാര വൈകല്യങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കാരണങ്ങൾ പലതാവാം. ശാരീരികമായ കാരണങ്ങളുണ്ടാവാം, ഫിസിക്കൽ കോസസ് എന്ന് പറയും. അല്ലെങ്കിൽ മാനസികമായ കാരണങ്ങൾ, മെന്റൽ കോസസ്. അതുമല്ലെങ്കിൽ സാമൂഹികവൽക്കരണം, സോഷ്യലൈസേഷനിലെ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ വരാം. പിന്നെ ഈ ഭാഷാ വൈകല്യങ്ങളും, അതായത് ലാംഗ്വേജ് ഡിസോർഡേഴ്സും സംസാര വൈകല്യങ്ങളും സ്പീച്ച് ഡിസോർഡേഴ്സും നമ്മൾ സാധാരണ ഒരുമിച്ചാണ് പറയാറ്. എന്നാലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതെന്താണ്? ലളിതമായിട്ട് പറഞ്ഞാൽ, ഭാഷാ വൈകല്യം എന്ന് പറയുന്നത് പ്രധാനമായും നമ്മൾ ഈ ആശയങ്ങൾ മനസ്സിലാക്കുന്നതിലോ, അണ്ടർസ്റ്റാൻഡിംഗ്, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ വാക്കുകളാക്കി മാറ്റുന്നതിലോ, എക്സ്പ്രസിംഗ് തോട്ട്സ് ഉള്ള ബുദ്ധിമുട്ടാണ്. ഉദാഹരണത്തിന് ഗ്രാമറിൽ വരുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വാക്കുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, വൊക്കാബുലറി പ്രശ്നങ്ങൾ, അതൊക്കെ ഭാഷാ വൈകല്യത്തിൽ വരും. ശരി. എന്നാല് സംസാര വൈകല്യം, സ്പീച്ച് ഡിസോർഡേഴ്സ്, അത് നമ്മൾ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ശാരീരിക പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ശബ്ദങ്ങൾ ഉച്ചരിക്കുന്നതിലെ പ്രശ്നങ്ങൾ, ആർട്ടിക്കുലേഷൻ പ്രോബ്ലംസ്, സംസാരത്തിന്റെ ഒഴുക്കിലെ പ്രശ്നങ്ങൾ, ഫ്ലുവൻസി, ഇപ്പൊ വിക്കൽ, സ്റ്റട്ടറിംഗ് ഒക്കെ അതിൽ വരും. അല്ലെങ്കിൽ ശബ്ദത്തിന്റെ ക്വാളിറ്റി, വോയിസ് ക്വാളിറ്റി, ഇതിലൊക്കെ വരുന്ന പ്രശ്നങ്ങളാണ് സംസാര വൈകല്യങ്ങൾ. ഓക്കെ. അപ്പോൾ അത് രണ്ടും രണ്ടാണ്. പക്ഷേ ഒരുമിച്ചും വരാമല്ലേ? ഒരുമിച്ചും വരാം. ഈ ഭാഷ നമ്മൾ സ്വായത്തമാക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? കാരണം അതിലെ തകരാറുകളാണല്ലോ ഈ വൈകല്യങ്ങളിലേക്ക് എത്തുന്നത്. ശരിയാണ്. സാധാരണഗതിയിലെ ഈ ഭാഷാ വികാസം, നോർമൽ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ക്രമാനുഗതമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ്, സീക്വൻഷ്യലായിട്ട്. കുട്ടികൾ ആദ്യം വെറുതെ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കും,
വോപ്പലൈസേഷൻ. പിന്നെ പതുക്കെ ഈ സ്വരാക്ഷരം, വ്യഞ്ജനാക്ഷരം പോലത്തെ സംസാര ശബ്ദങ്ങൾ, സ്പീച്ച് സൗണ്ട്സ് ഉണ്ടാക്കാൻ പഠിക്കും. ആഹാ. അത് കഴിഞ്ഞ് സംസാരത്തിന്റെ താളം, ഭാവം, ഈ പ്രോസഡീസ്, അതായത് പിച്ച്, ലൗഡ്നെസ്, റിതം, ഇതൊക്കെ സ്വായത്തമാക്കും. ഇതിനെല്ലാം ഒരു കൃത്യമായ ഘട്ടങ്ങളുണ്ട്. ഈ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ഈ പ്രക്രിയ ശരിക്കും പൂർണ്ണമാകുന്നത് ഭാഷയുടെ ഒരു 3 പ്രധാന ഘടകങ്ങൾ നമ്മൾ നേടുമ്പോഴാണ്. ഭാഷയുടെ രൂപം, ഫോം, ഉള്ളടക്കം, കണ്ടന്റ്, പിന്നെ ഉപയോഗം, യൂസ്. ഓക്കെ, ഫോം, കണ്ടന്റ്, യൂസ്. അതെ, ഫോം, രൂപം എന്ന് പറയുമ്പോൾ അതിൽ ഈ ശബ്ദങ്ങളെക്കുറിച്ചുള്ള നിയമങ്ങളൊക്കെ വരും, ഫോണോളജി. പിന്നെ വാക്കുകൾ എങ്ങനെ ഉണ്ടാകുന്നു, മോർഫോളജി. വാക്യങ്ങളുടെ ഘടന, സിൻടാക്സ്, ഇതൊക്കെ ഫോമിൽ വരും. ശരി. കണ്ടന്റ്, ഉള്ളടക്കം എന്ന് പറയുന്നത് പ്രധാനമായും അർത്ഥവുമായി ബന്ധപ്പെട്ടതാണ്. സിമാന്റിക്സ്, വാക്കുകളുടെ അർത്ഥം, വാക്യങ്ങളുടെ അർത്ഥം. പിന്നെ യൂസ്, ഉപയോഗം, അത് നമ്മൾ സന്ദർഭത്തിനനുസരിച്ച് ഭാഷ എങ്ങനെ ഉപയോഗിക്കണോ എന്നതാണ്. പ്രാഗ്മാറ്റിക്സ് എന്ന് പറയും. അപ്പോ ഈ ഘടകങ്ങളെല്ലാം ശരിയായി പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഫലപ്രദമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സ്വാഭാവികമായ ഒരു ഭാഷാ വികാസ പ്രക്രിയ ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വരുമ്പോഴാണ് ഈ ഭാഷാ സംസാര വൈകല്യങ്ങൾ ഉണ്ടാവുന്നത്. ശരിക്കും ഇതൊരു സങ്കീർണമായ പ്രക്രിയ തന്നെയാണല്ലേ? അതെ, തീർച്ചയായും. നമ്മളിന്ന് ഈ ഭാഷാ സംസാര വൈകല്യങ്ങളെക്കുറിച്ചുള്ള ഒരു ആമുഖമാണ് ശരിക്കും ചർച്ച ചെയ്തത്. എന്താണ് ഈ വൈകല്യങ്ങൾ, അതിനെ നിർവചിക്കുമ്പോൾ നമ്മൾ ഈ സാംസ്കാരികമായ കാര്യങ്ങൾ എങ്ങനെ പരിഗണിക്കണം, പിന്നെ സാധാരണ ഭാഷാവികാസത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ഭാഷാ വൈകല്യങ്ങളും സംസാര വൈകല്യങ്ങളും തമ്മിലുള്ള ആ ഒരു പ്രാഥമിക വ്യത്യാസം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്താണ് നമുക്ക് പ്രധാനമായിട്ട് എടുക്കാവുന്നത്? സഹാനുഭൂതിയോടെ മനസ്സിലാക്കേണ്ടതിന്റെയും പ്രാധാന്യമാണ് നമ്മളിന്ന് ഊന്നിപ്പറഞ്ഞത്. ശരിയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പലപ്പോഴും പുറമേക്ക് കാണാത്തൊരു വെല്ലുവിളിയാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ ഒരു യാത്രയിലെ ഒരു ആദ്യ പടിയായിട്ടിതിനെ കാണാം. അതെ. അപ്പോൾ നിങ്ങൾക്കായിട്ടൊരു ചിന്ത. നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ സംസാര രീതികൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ സംസാരത്തിലെ ഒരു പ്രത്യേകത, അത് അയാളുടെ സംസ്കാരത്തിന്റെ ഭാഗമാണോ അതോ അതൊരു വൈകല്യത്തിന്റെ സൂചനയാണോ എന്ന് വേർതിരിച്ചറിയാൻ നിങ്ങൾക്കിപ്പോൾ കുറച്ചുകൂടി സാധിക്കുന്നുണ്ടോ? നല്ല ചോദ്യമാണ്. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഈ ഭാഷ എന്നൊരു അത്ഭുത പ്രതിഭാസത്തിൽ ഇനിയും എന്തെല്ലാം രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാകാം എന്നെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാൻ പോകുന്നത് ഭാഷാപരമായ വൈകല്യങ്ങളെക്കുറിച്ചാണ്, അല്ലേ? അതെ, ലാംഗ്വേജ് ഡിസോർഡേഴ്സ്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അഫേഷ്യ. അഫേഷ്യ. നമ്മൾ സാധാരണ സംസാരിക്കാനും കേൾക്കാനുമൊക്കെ ഭാഷ ഉപയോഗിക്കുമ്പോൾ ഈ തലച്ചോറിന് എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചാൽ ഈ കഴിവിന് എന്ത് സംഭവിക്കും, അതാണ് നമ്മളിന്ന് നോക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഈ വിവരങ്ങൾ വെച്ച് നമുക്ക് തുടങ്ങാം. തീർച്ചയായും. കാരണം ഭാഷയെ തലച്ചോറ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അതിലുണ്ടാകുന്ന ചെറിയ തകരാറുകൾ പോലും നമ്മുടെ ആശയവിനിമയശേഷിയെ എങ്ങനെ ബാധിക്കും എന്നൊക്കെ മനസ്സിലാക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് ആ അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഈ ഭാഷാപരമായ വൈകല്യങ്ങൾ, അതായത് ലാംഗ്വേജ് ഡിസോർഡേഴ്സ്? ശരി, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ വിവരങ്ങളിൽ പറയുന്നത് പോലെ ലാംഗ്വേജ് ഈസ് ദ റൂൾ ബേസ്ഡ് യൂസ് ഓഫ് സ്പീച്ച് സൗണ്ട്സ് ടു കമ്മ്യൂണിക്കേറ്റ് എന്നതാണ്. അതായത് ചില നിയമങ്ങളുണ്ട് ഭാഷയ്ക്ക്. ആ നിയമങ്ങൾക്കനുസരിച്ച് ശബ്ദങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ആശയം കൈമാറുന്നു. അപ്പോൾ ആ നിയമങ്ങൾ പാലിക്കുന്നതിലോ അല്ലെങ്കിൽ ആ ഭാഷാപരമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലോ ഉപയോഗിക്കുന്നതിലോ വരുന്ന ബുദ്ധിമുട്ടുകളെയാണ് നമ്മൾ ലാംഗ്വേജ് ഡിസോർഡേഴ്സ് എന്ന് വിളിക്കുന്നത്, അല്ലേ? അതെ, ഇത് പ്രധാനമായും 2 രീതിയിൽ വരാം. ഒന്ന്, മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്. അതിനെ റിസെപ്റ്റീവ് പ്രോബ്ലം അല്ലെങ്കിൽ ഇംപെയർഡ് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ എന്ന് പറയും. 2, നമ്മുടെ ഉള്ളിലുള്ള ആശയം ആ ഭാഷയുടെ നിയമങ്ങളനുസരിച്ച് പുറത്തേക്ക് പറയാനുള്ള ബുദ്ധിമുട്ട്. അതിനെ എക്സ്പ്രസീവ് പ്രോബ്ലം അല്ലെങ്കിൽ ഇംപെയർഡ് ലാംഗ്വേജ് പ്രൊഡക്ഷൻ എന്നും പറയും. ചിലപ്പോ ഈ 2 പ്രശ്നങ്ങളും ഒരാൾക്ക് ഒരുമിച്ചുണ്ടാകാമോ? ഉണ്ടാവാം, തീർച്ചയായും. ഇത് സംസാരഭാഷയെ മാത്രമല്ല കേട്ടോ, എഴുത്തുഭാഷയെയും, എന്തിന് ആംഗ്യഭാഷയെ വരെ ബാധിക്കാം. ശരി. പക്ഷെ ഇതൊരു സ്പീച്ച് ഡിസോർഡർ, അതായത് സംസാര വൈകല്യത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് നമ്മൾ ഓർക്കണമല്ലേ? വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. സ്പീച്ച് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ അത് ആ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള, ഉച്ചരിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. പേശികളുടെ പ്രവർത്തനം, ശ്വാസം നിയന്ത്രിക്കൽ, അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷെ ലാംഗ്വേജ് ഡിസോർഡർ അങ്ങനല്ല.
അതെ, അത് ഭാഷയുടെ നിയമങ്ങൾ, വ്യാകരണം, അർത്ഥം, സെമാൻറ്റിക്സ് ഇവയൊക്കെ തലച്ചോറിൽ പ്രോസസ്സ് ചെയ്യുന്നതിലെ പ്രശ്നമാണ്. അതെ, സാധാരണ സംസാരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഒരു പോസോ കടപ്പാടോ ഇല്ലാതെ സംസാരിക്കുക, അല്ലെങ്കിൽ സംസാരിക്കേണ്ട സമയത്ത് മിണ്ടാതിരിക്കുക, പ്രതികരിക്കേണ്ട കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാതിരിക്കുക, ഇതൊക്കെ സ്ഥിരമായി കാണുവാണെങ്കിൽ അതും ചിലപ്പോൾ ലാംഗ്വേജ് ഡിസോർഡറിന്റെ ഭാഗമായി വരാം. അതെ, പലപ്പോഴും ഈ ഡെവലപ്മെന്റൽ ഡിലേസ്, അതായത് കുട്ടികളിലെ വളർച്ചാപരമായ കാലതാമസത്തോടൊപ്പം ഇത് കാണാറുണ്ട്. ഉദാഹരണത്തിന് ഓട്ടിസം, പഠനവൈകല്യം, പിന്നെ ഈ സ്പെസിഫിക് ലാംഗ്വേജ് ഇമ്പയർമെന്റ് SLI, ഡെവലപ്മെന്റൽ ഫോണോളജിക്കൽ ഡിസോർഡേഴ്സ്, ഡിസ്പ്രാക്സിയ. അതെ, അങ്ങനെ പല അവസ്ഥകളുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് അഫേഷ്യ എന്ന അവസ്ഥയ്ക്കാണ്. അതെ, അഫേഷ്യയിലേക്ക് കടക്കാം. അപ്പോ ഈ വിവരങ്ങളിൽ പറയുന്ന നിർവചനം: അഫേഷ്യ is an impairment of language functioning caused by damage to the left hemisphere of the brain. അതായത് തലച്ചോറിന്റെ ഇടതുഭാഗം, ലെഫ്റ്റ് ഹെമിസ്ഫിയർ. ഭൂരിഭാഗം ആളുകളിലും ഭാഷ കൈകാര്യം ചെയ്യുന്നത് ഈ ഭാഗമാണ്. അവിടെ എന്തെങ്കിലും തകരാറ്, ഒരു ഡാമേജ് സംഭവിക്കുമ്പോഴാണ് അഫേഷ്യ ഉണ്ടാവുന്നത്. ഇത് തന്നെ പലതരത്തിലുണ്ടെന്ന് പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വെർണിക്കീസ് അഫേഷ്യ. അതെന്താണ് വെർണിക്കീസ് അഫേഷ്യ? ഇത് തലച്ചോറിലെ ഇടത് ടെമ്പറൽ ലോബ് എന്ന ഭാഗത്തുണ്ടാകുന്ന തകരാറ് മൂലമാണ് വരുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം മറ്റൊരാൾ സംസാരിക്കുന്നത് മനസ്സിലാക്കാനുള്ള കടുത്ത ബുദ്ധിമുട്ടാണ്. ഇംപേർഡ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയും. ഓഹോ, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ അവരുടെ സംസാരമോ? അതാണ് രസകരം. അവരുടെ സംസാരം കേട്ടാൽ നല്ല ഒഴുക്കുള്ള, വ്യാകരണപരമായി ശരിയെന്ന് തോന്നുന്ന സംസാരമായിരിക്കും, ഫ്ലുവന്റ് ആയിരിക്കും. പക്ഷേ പറയുന്ന കാര്യങ്ങൾക്ക് പലപ്പോഴും ഒരു അർത്ഥവും ഉണ്ടാവില്ല. സിമാന്റിക്കലി ഇൻകൊഹറന്റ് എന്ന് പറയും, അതായത് അർത്ഥമില്ലാത്ത സംസാരം. ഒരു ഉദാഹരണം പറയാമോ? ഈ നമ്മൾ നോക്കുന്ന വിവരങ്ങളിൽ ചില ഉദാഹരണങ്ങളുണ്ട്. ഉണ്ട്. ഉദാഹരണത്തിന് അവർ ചിലപ്പോൾ പുതിയ വാക്കുകൾ ഉണ്ടാക്കി ഉപയോഗിക്കാം. അതിനെ നിയോളജിസംസ് എന്ന് പറയും. അല്ലെങ്കിൽ വാക്കുകൾ തെറ്റായ രീതിയിൽ ഉപയോഗിക്കാം. ഇതിലൊരു വാചകമുണ്ട്: അതെ, ആ മത്തങ്ങയായിരുന്നു എന്റെ ചിന്തകളിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ളതെന്ന്. ഇത് കേൾക്കുമ്പോൾ വാക്കുകളൊക്കെ ശരിയാണ്, പക്ഷെ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഒരു പിടിയും കിട്ടില്ല. അതെ. അല്ലെങ്കിൽ മറ്റൊന്നുണ്ട്: ദ സ്ക്രൂലിഷ് പ്രാസ്റ്റിമ എയ്ഡ് മൈ സ്പാൻ സ്റ്റേക്സ്. ഇവിടെ വാക്കുകൾ തന്നെ ഇല്ലാത്തവയാണ്, നിയോലോജിസംസ്. വാചകത്തിനൊരു ഘടനയുണ്ടെന്ന് തോന്നും, പക്ഷെ അർത്ഥം ശൂന്യമാണ്. അപ്പോൾ വെർണിക്കീസ് അഫേഷ്യയിൽ പ്രധാന പ്രശ്നം ഭാഷയുടെ അർത്ഥം, സെമാൻറ്റിക്സ് മനസ്സിലാക്കുന്നതിലും പ്രകടിപ്പിക്കുന്നതിലുമാണ്. പക്ഷെ വ്യാകരണ ഘടന, സിൻടാക്സ് ഏതാണ്ട് ശരിയായിരിക്കും. അതെ. ചികിത്സയിൽ പോലും ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ മറ്റു രീതികൾ, അതായത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. ശരി, ഇനി അടുത്ത പ്രധാനപ്പെട്ട തരം അഫേഷ്യയിലേക്ക് പോകാം: ബ്രോക്കാസ് അഫേഷ്യ. ഇത് വെർണിക്കീസിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസമായിരിക്കുന്നത്? ബ്രോക്കാസ് അഫേഷ്യ, ഇവിടെ പ്രശ്നം തലച്ചോറിലെ പ്രീമോട്ടോർ ഏരിയ എന്ന ഭാഗത്താണ്, അതായത് സംസാരത്തിന് സഹായിക്കുന്ന പേശികളെ നിയന്ത്രിക്കുന്ന ഭാഗം. ഓക്കേ, അപ്പോ ഇവിടെ സംസാരത്തിനാണോ പ്രധാന പ്രശ്നം? അതെ, ഇംപേർഡ് ലാംഗ്വേജ് പ്രൊഡക്ഷൻ ആണ് പ്രധാനം. സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സംസാരം വളരെ പതുക്കിയാവും, ഒരുപാട് നിർത്തിയായിരിക്കും സംസാരിക്കുക. വാക്കുകൾക്കിടയിൽ വലിയ ഇടവേളകളുണ്ടാകും. പിന്നെ ആ ചെറിയ വാക്കുകൾ എ, ദ, ഓഫ് പോലുള്ള ഫംഗ്ഷൻ വേർഡ്സ് ഒഴിവാക്കി സംസാരിക്കും എന്നും പറയുന്നുണ്ടല്ലോ, ടെലഗ്രാഫ് സന്ദേശം പോലെ. ശരിയാണ്. അതിനെയാണ് ആഗ്രമാറ്റിക്കൽ സ്പീച്ച് എന്ന് പറയുന്നത്. വ്യാകരണ നിയമങ്ങൾ പാലിക്കപ്പെടില്ല. അതുകൊണ്ട് തന്നെ വാക്യഘടന, സിൻടാക്സ് ഉപയോഗിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. അതിനൊരു നല്ല ഉദാഹരണം ഈ വിവരങ്ങളിൽ തന്നെയുണ്ട്. ദ ബൈസിക്കിൾ ദാറ്റ് ദ മാൻ ഈസ് ഹോൾഡിംഗ് ഈസ് ബ്ലൂ. ആ മനുഷ്യൻ പിടിച്ചിരിക്കുന്ന സൈക്കിൾ നീലയാണ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ സൈക്കിളാണ് നീല എന്ന് നമുക്ക് ലോകപരിചയം വെച്ച് ഊഹിക്കാം. അതെ. എന്നാൽ ദ ഡോഗ് ദാറ്റ് ദ വുമൻ ഈസ് ബൈറ്റിംഗ് ഈസ് ഗ്രേ. ആ സ്ത്രീ കടിക്കുന്ന നായ ചാരനിറമുള്ളതാണ് എന്ന് കേൾക്കുമ്പോൾ സാധാരണ സ്ത്രീ നായയെ കടിക്കാറില്ലല്ലോ. അപ്പോ ആരാണ് കടിക്കുന്നത്, ആരെയാണ് കടിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ആ വാചകത്തിന്റെ ഘടന, സിൻടാക്സ് പ്രോസസ് ചെയ്യണം. കറക്റ്റ്. അത് ഈ ബ്രോക്കാസ് അഫേഷ്യ ഉള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർക്ക് ആ സിൻടാക്സ് മനസ്സിലാക്കുന്നതിൽ പ്രശ്നമുണ്ട്. പക്ഷേ വെർണിക്കേസിലെ പോലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ട് ഇവർക്കുണ്ടാവില്ല. അപ്പോ വെർണിക്കേസിൽ അർത്ഥത്തിനാണ് സിമാൻറ്റിക്സ്, ബ്രോക്കാസിൽ വ്യാകരണത്തിനും സിൻടാക്സിനും സംസാരം പുറത്തുവരുന്നതിനുമാണ്, പ്രൊഡക്ഷനുമാണ് പ്രശ്നം.
രണ്ടും ഭാഷയുടെ വ്യത്യസ്ത തലങ്ങളെയാണ് ബാധിക്കുന്നത്. കൃത്യമായി. ഇത് രണ്ടും കൂടാതെ വേറെയും അഫേഷ്യകളുണ്ട്. ഉദാഹരണത്തിന് ഗ്ലോബൽ അഫേഷ്യ. ഗ്ലോബൽ, അത് പേര് സൂചിപ്പിക്കുന്ന പോലെ. അതെ, വളരെ വ്യാപകമായ ബുദ്ധിമുട്ടുകളാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാനും സംസാരിക്കാനും പ്രൊഡക്ഷൻ രണ്ടിനും ഒരുപോലെ കടുത്ത പ്രയാസമുണ്ടാകും. സാധാരണയായി ബ്രോക്കാസ് ഏരിയയും വെർണിക്കീസ് ഏരിയയും ഒരുമിച്ച് തകരാറിലാകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. സ്ട്രോക്ക് വന്നവരിലൊക്കെ ഇത് കാണാറുണ്ട്. ഓഹോ, പിന്നെ മറ്റൊന്ന് അനോമിക് അഫേഷ്യ എന്ന് പറയുന്നുണ്ട്. അനോമിക് അഫേഷ്യ. അവിടെ പ്രധാന പ്രശ്നം ഈ വസ്തുക്കളുടെയൊക്കെ പേര് ഓർത്തെടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്. നെയ്മിംഗ് ഓബ്ജക്ട്സ്. ഒരു പേന കണ്ടാൽ അത് പേന ആണെന്ന് പറയാൻ കിട്ടില്ല. ചിലപ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട വാക്കുകൾ, ഉദാഹരണത്തിന് മൃഗങ്ങളുടെ പേരുകൾ അല്ലെങ്കിൽ ടൂൾസിന്റെ പേരുകൾ, അതൊന്നും ഓർത്തെടുക്കാൻ പറ്റില്ല. ശരിക്കും അത്ഭുതം തന്നെയാണല്ലേ തലച്ചോറിന്റെ പ്രവർത്തനം. അപ്പോൾ ഈ വ്യത്യസ്ത തരം അഫേഷ്യകളെക്കുറിച്ച് പഠിക്കുന്നത് വഴി ഭാഷയുടെ ഓരോ ഘടകങ്ങളും, ഈ ശബ്ദം, ഫോണോളജി, വ്യാകരണം, സിൻടാക്സ്, അർത്ഥം, സിമാൻറ്റിക്സ്, ഇതൊക്കെ തലച്ചോറിന്റെ ഏതൊക്കെ പ്രത്യേക ഭാഗങ്ങളിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് നല്ലൊരു ധാരണ കിട്ടുന്നുണ്ട്. തീർച്ചയായും. അതാണിതിന്റെ പ്രാധാന്യം. ഈ അഫേഷ്യ പോലുള്ള അവസ്ഥകൾ പഠിക്കുന്നത് ഭാഷ തലച്ചോറിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള അമൂല്യമായ അറിവുകളാണ് നമുക്ക് നൽകുന്നത്. ബ്രോക്കാസ് ഏരിയ, വെർണിക്കീസ് ഏരിയ, ഇവയുടെയൊക്കെ വ്യത്യസ്ത ധർമ്മങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത് പ്രധാനമായും ഇത്തരം പഠനങ്ങളിലൂടെയാണ്. അപ്പോൾ ഈ അറിവ് ഭാഷയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ കൂടുതൽ ആഴത്തിലാക്കുന്നു. അതെ. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഈ ഭാഷാപരമായ വൈകല്യങ്ങൾ, പ്രത്യേകിച്ച് അഫേഷ്യ, തലച്ചോറിലെ പ്രത്യേക ഭാഗങ്ങൾക്ക് തകരാറ് സംഭവിക്കുന്നതുകൊണ്ടുണ്ടാകുന്നതാണെന്നും അത് ഭാഷ മനസ്സിലാക്കുന്നതിലും ഉപയോഗിക്കുന്നതിലും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നുമാണ്. ഇത് കേവലം സംസാരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, അതായത് സ്പീച്ച് ഡിസോർഡറിൽ നിന്ന് വ്യത്യസ്തമാണ്. തീർച്ചയായും. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഒരു ചിന്ത നിങ്ങൾക്കായി പങ്കുവയ്ക്കാം. ഭാഷയുടെ ഓരോ ചെറിയ അംശം പോലും കൈകാര്യം ചെയ്യാൻ തലച്ചോറിൽ അതിൻ്റേതായ ഇടങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഭാവിയിൽ ഈ അറിവ് ഈ ഭാഗങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ചികിത്സാരീതികൾക്ക് എത്രത്തോളം സഹായകമാകും. ഈ അഫേഷ്യ പോലുള്ള അവസ്ഥകളെ ഒരുപക്ഷെ ഭേദമാക്കാൻ കഴിഞ്ഞേക്കുമോ? അതൊരു പ്രധാനപ്പെട്ട ചിന്തയാണ്. അല്ലെങ്കിൽ ഈ അറിവ് ഇത്തരം വെല്ലുവിളികൾ നേരിടുന്ന ഒരാളുമായി നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ ഇടപഴകുന്ന രീതിയെ എങ്ങനെ മാറ്റിയേക്കാം? കൂടുതൽ സഹാനുഭൂതിയോടെയും മനസ്സിലാക്കലോടെയും പെരുമാറാൻ ഇത് സഹായിക്കില്ലേ? തീർച്ചയായും. ആ ഒരു തിരിച്ചറിവ് വളരെ പ്രധാനമാണ്. ഇന്നത്തെ ഈ ഒരു വിശകലനത്തിൽ നമ്മൾ രണ്ട് പ്രധാന വിഷയങ്ങളാണ് നോക്കുന്നത്. ഒന്ന് ഓട്ടിസം, പിന്നെ പഠന വൈകല്യങ്ങൾ, ലേണിംഗ് ഡിസബിലിറ്റീസ്. അതിൽ തന്നെ ഡിസ്ക്ലെക്സിയ എന്നതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് സംസാരിക്കും. അതെ. അപ്പോൾ ഓട്ടിസവും പഠന വൈകല്യങ്ങളും എന്ന ഭാഗത്തെ വിവരങ്ങൾ വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ശരിയാണ്. ഇതിലൂടെ ഈ അവസ്ഥകളെക്കുറിച്ച് അത്യാവശ്യം വ്യക്തവും എന്നാൽ ഒരുപാട് സങ്കീർണമല്ലാത്തതുമായ ഒരു ധാരണ നൽകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോ എന്തൊക്കെയാണ് പ്രധാന കാര്യങ്ങൾ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഓട്ടിസം എടുക്കാം. എന്താണ് ഓട്ടിസം? ഇതൊരു വികാസ വൈകല്യമാണല്ലേ? ഡെവലപ്മെന്റൽ ഡിസോർഡർ എന്ന് പറയും. അതെ. പ്രധാനമായും സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ, പിന്നെ ഭാഷ ഉപയോഗിക്കുന്ന രീതി, ചിന്താശേഷി, ഇതിലൊക്കെ ഒരു സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ കാണാം. ഇതിന്റെ കാരണങ്ങൾ ബയോളജിക്കൽ ആണെന്ന് പറയുന്നുണ്ടല്ലോ. സ്ഥാനം. പക്ഷേ ഏതെങ്കിലും ഒരു പ്രത്യേക ജീനാണ് ഇതിന് കാരണമെന്ന് കൃത്യമായിട്ട് ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല. ഇത് എപ്പോഴാണ് തിരിച്ചറിയാൻ പറ്റുക കുട്ടികളിൽ? സാധാരണയായിട്ട് ഒരു 14 മാസമൊക്കെ ആകുമ്പോഴേക്കും ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം. പ്രധാന ലക്ഷണം എന്നാന്ന് വെച്ചാൽ മറ്റുള്ളവരുമായിട്ട് അങ്ങോട്ട് ഇടപഴകാൻ ഒരു സ്വാഭാവികമായ താല്പര്യം കുറവായിരിക്കും. ഓക്കെ. അതോടൊപ്പം മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ടല്ലോ. ഈ ഒരേപോലത്തെ ചലനങ്ങൾ ആവർത്തിക്കുന്നത് പോലെ. അതെ. റിപ്പിറ്റേറ്റീവ് മൂവ്മെന്റ്സ് എന്ന് പറയും. ചിലപ്പോൾ കൈകൾ പ്രത്യേക രീതിയിൽ ചലിപ്പിക്കുക അല്ലെങ്കിൽ കറങ്ങുക, അങ്ങനെയൊക്കെ. പിന്നെ ചില കാര്യങ്ങളിൽ മാത്രം ഒരു പ്രത്യേക താല്പര്യം, ഒരേ കളികൾ തന്നെ കളിക്കുക, അങ്ങനത്തെ കാര്യങ്ങളും. അതെ. സ്റ്റീരിയോടൈപ്ഡ് പാറ്റേൺസ് എന്ന് പറയും. ഒരു പ്രത്യേക വിഷയത്തിൽ അല്ലെങ്കിൽ കളിപ്പാട്ടത്തിന്റെ ഒരു ഭാഗത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അതൊക്കെ സാധാരണമാണ്. സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കാതെ ചുണ്ടിൽ നോക്കുന്ന ഒരു പ്രവണതയും ചിലപ്പോൾ കാണാറുണ്ട്, അല്ലേ? ശരിയാണ്. സംസാരശേഷിയുടെ കാര്യമെടുത്താൽ ഓട്ടിസം ബാധിച്ച കുട്ടികളിൽ ഏതാണ്ട് പകുതി പേർക്കും കാര്യങ്ങൾ വ്യക്തമായി പറയാനുള്ള സംസാരശേഷി ഒരുപക്ഷെ വേണ്ടത്ര വികസിച്ചെന്ന് വരില്ല.
ഫങ്ഷണൽ സ്പീച്ച് കിട്ടണമില്ല. ഇനി സംസാരിക്കുന്ന കുട്ടികളിലോ? അവരിൽ എക്കോലാലിയ എന്നൊരവസ്ഥ കാണാറുണ്ട്. എക്കോലാലിയ. അതായത് മറ്റുള്ളവർ പറയുന്നത് അതേപോലെ കേട്ട് ആവർത്തിക്കുക. ചിലപ്പോൾ തന്നെ ആവർത്തിക്കും, അല്ലെങ്കിൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടായിരിക്കും ആ വാക്കോ വാചകമോ അവർ പറയുന്നത്. ഓ, അങ്ങനെയുണ്ടല്ലേ. തലച്ചോറിന്റെ ഘടനയിലും വ്യത്യാസങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. പഠനങ്ങൾ കാണിക്കുന്നത് ഫ്രോണ്ടൽ ലോബ്, പിന്നെ പെറൈറ്റൽ ലോബ്, സെറിബെല്ലം തുടങ്ങി പല ഭാഗങ്ങളിലും ചില അസാധാരണത്വങ്ങൾ കാണാമെന്നാണ്. ഈ ഭാഗങ്ങളൊക്കെ നമ്മുടെ പ്ലാനിംഗ്, സാമൂഹിക കഴിവുകൾ, ചലനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നവയാണല്ലോ. അതെ. പിന്നെ ഇത് ആൺകുട്ടികളിലാണ് കൂടുതൽ കാണുന്നത് എന്നും പറയുന്നു. ശരിയാണ്. പെൺകുട്ടികളെ അപേക്ഷിച്ച് ഏകദേശം ഒരു 5 മടങ്ങ് കൂടുതലായിട്ട് ആൺകുട്ടികളിലാണ് ഓട്ടിസം കണ്ടുവരുന്നത്. ഇപ്പോഴത്തെ കണക്കുകൾ വച്ച് നോക്കിയാൽ ഏകദേശം 10,000 കുട്ടികളിൽ 60 പേർക്ക് ഓട്ടിസം ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് മുമ്പത്തേക്കാൾ കൂടുതലാണോ? അതെ, കണക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷേ രോഗം നിർണയിക്കാനുള്ള ഡയഗ്നോസിംഗ് സ്ട്രാറ്റജീസ് മെച്ചപ്പെട്ടതുകൊണ്ടും ചിലപ്പോൾ പാരിസ്ഥിതിക മലിനീകരണം പോലുള്ള എൻവയൺമെന്റൽ ഫാക്ടേഴ്സൊക്കെ ഇതിനൊരു കാരണമായിരിക്കാമെന്നും കരുതുന്നുണ്ട്. പക്ഷെ ഉറപ്പിച്ചു പറയാറായിട്ടില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഓട്ടിസത്തെക്കുറിച്ചുള്ള പ്രധാന കാര്യങ്ങൾ. ഇനി നമുക്ക് പഠന വൈകല്യങ്ങളിലേക്ക്, ലേണിംഗ് ഡിസേബിലിറ്റീസിൽ വരാം. അതിൽ തന്നെ ഡിസ്ലെക്സിയ. ശരി. പഠന വൈകല്യം എന്ന് പറയുമ്പോൾ അത് ഓട്ടിസത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്താണ് ഡിസ്ലെക്സിയ എന്ന് വിശദീകരിക്കാമോ? ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് പ്രധാനമായും ഒരു ഭാഷാപരമായ പഠന വൈകല്യമാണ്. അതായത് പ്രായത്തിനനുസരിച്ചുള്ള ബുദ്ധിശക്തിയൊക്കെയുണ്ടെങ്കിലും സാധാരണ ക്ലാസ് റൂം പഠനാനുഭവങ്ങൾ കിട്ടിയിട്ടും വായിക്കാനും എഴുതാനും സ്പെല്ലിംഗ് ശരിയാക്കാനും കുട്ടിക്ക് ബുദ്ധിമുട്ട് നേരിടുന്ന അവസ്ഥ. അപ്പോൾ ഇത് ബുദ്ധിക്കുറവല്ല, അതാണ് പ്രധാനം. തീർച്ചയായും ഇത് മെന്റൽ റിട്ടാർഡേഷൻ അല്ല. തലച്ചോറിന് സംഭവിച്ച എന്തെങ്കിലും തകരാറോ ബ്രെയിൻ ഡാമേജോ കാഴ്ചകേൾവി കുറവോ ഒന്നുമല്ല ഇതിന്റെ കാരണം. ബുദ്ധിപരമായി ശരാശരിയോ അതിനു മുകളിലോ കഴിവുള്ള കുട്ടികളിലും ഇത് കാണാം. അപ്പോ എന്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്? സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ കണ്ണിലൂടെയും ചെവിയിലൂടെയും കിട്ടുന്ന വിവരങ്ങളില്ലേ, വാക്കുകൾ, അക്ഷരങ്ങൾ, ശബ്ദങ്ങൾ, ഇതിനെ തലച്ചോറിന് ശരിയായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു ഭാഷയിലേക്ക് മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് വരുന്നു. അതാണ് ഡിസ്ലെക്സിയയുടെ അടിസ്ഥാനം. ഇതിന്റെ തീവ്രത ഓരോരുത്തരിലും വ്യത്യാസപ്പെട്ടിരിക്കും അല്ലേ? അതെ, ചിലർക്ക് ചെറിയ ബുദ്ധിമുട്ടേ കാണൂ, മറ്റു ചിലർക്ക് കാര്യമായ ബുദ്ധിമുട്ടുണ്ടാകാം. എന്തായാലും എത്രയും നേരത്തെ ഇത് തിരിച്ചറിഞ്ഞ് വേണ്ട പരിശീലനം കൊടുത്താൽ അത്രയും നല്ല ഫലം കിട്ടും. സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഈ അക്ഷരങ്ങൾ തിരിച്ചെഴുതുന്നത് ഒരു പ്രധാന ലക്ഷണമാണെന്ന് കേട്ടിട്ടുണ്ട്. അതെ, ലെറ്റർ ആൻഡ് നമ്പർ റിവേഴ്സൽസ് വളരെ സാധാരണമാണ്. ബിയും ഡിയും മാറിപ്പോവുക, പിയും ക്യൂവും മാറിപ്പോവുക, 6, 9 ഇവയൊക്കെ തിരിഞ്ഞു പോവുക. അതുപോലെ ബോർഡിൽ നോക്കി എഴുതാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമോ? ഉണ്ടാവാം. കോപ്പി ചെയ്യുമ്പോൾ വാക്കുകൾ വിട്ടുപോവുക, വരി തെറ്റുക, അക്ഷരങ്ങൾ വിഴുങ്ങുക, വാക്കുകൾക്കിടയിൽ സ്ഥലം വിടാതിരിക്കുക, അല്ലെങ്കിൽ ഒരുപാട് സ്ഥലം വിടുക, ഇതൊക്കെ കാണാം. ചിലപ്പോഴൊരു ഏകോപനമില്ലായ്മ പോലെ തോന്നാറുണ്ട് അല്ലേ? നടക്കുമ്പോഴോ ഓടുമ്പോഴോ ഒക്കെ. അതും ഉണ്ടാവാം. അൺകോർഡിനേറ്റഡ് ആയിട്ട് തോന്നാം. കളികളിലൊക്കെ ചിലപ്പോൾ പിന്നിലായി പോവാം. പിന്നെ ഈ ഇടതും വലതും, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട്, അത് വളരെ സാധാരണമാണ്. കേൾക്കുന്ന കാര്യങ്ങൾ ഓർത്തെടുക്കാനും ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാം. ചിലപ്പോൾ കേട്ട നിർദ്ദേശങ്ങൾ ഓർത്തെടുക്കാനോ അല്ലെങ്കിൽ അതിലെ ക്രമം മനസ്സിലാക്കാനോ ഒക്കെ പ്രയാസം വരാം. മനസ്സിൽ ഒരു കാര്യമുണ്ടാവും, പക്ഷെ അത് പറയാൻ വാക്കുകൾ കിട്ടാത്ത അവസ്ഥയോ? അതും വരാം. പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കൃത്യമായി പറയാൻ പറ്റിയ വാക്കുകൾ കിട്ടാതെ വരിക, വേർഡ് ഫൈൻഡിംഗ് ഡിഫിക്കൽട്ടി, ഇതൊക്കെ ഡിസ്ലെക്സിയയുടെ ഭാഗമായിട്ട് കാണാറുണ്ട്. ഡിസ്ലെക്സിയ തന്നെ പല തരത്തിലുണ്ടെന്നും പറയുന്നു. അതെ, പ്രധാനമായും 3-4 തരങ്ങൾ പറയാറുണ്ട്. പ്രൈമറി ഡിസ്ലെക്സിയ തലച്ചോറിന്റെ ഇടതുഭാഗത്തെ പ്രവർത്തനത്തിലെ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഇത് സാധാരണയായി പാരമ്പര്യമായി കിട്ടുന്നതാണ്. ഇത് പ്രായം കൂടുമ്പോൾ തനിയെ മാറില്ല, പക്ഷേ നല്ല പരിശീലനം കൊണ്ട് മെച്ചപ്പെടുത്താം. ഓക്കെ, പിന്നെ സെക്കൻഡറി ഡിസ്ലെക്സിയ? സെക്കൻഡറി അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് ഗർഭാവസ്ഥയിൽ ഭ്രൂണത്തിന്റെ വളർച്ചയുടെ സമയത്ത് ഫീറ്റൽ ഡെവലപ്മെന്റ്, തലച്ചോറിന്റെ വളർച്ചയിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ചിലപ്പോൾ ഹോർമോൺ വ്യതിയാനങ്ങളൊക്കെ കാരണമുണ്ടാകുന്നതാണ്. ഇത് പക്ഷേ പ്രായം കൂടുമ്പോൾ കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വിഷ്വൽ ഡിസ്ലെക്സിയ, ഓഡിറ്ററി ഡിസ്ലെക്സിയ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഉണ്ട്. വിഷ്വൽ ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ പ്രധാനമായും
കാഴ്ചയിലൂടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലാണ് പ്രശ്നം. അക്ഷരങ്ങൾ കാണുമ്പോൾ തിരിച്ചറിയാനും അതിന്റെ ക്രമം ഓർക്കാനും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഓഡിറ്ററി ഡിസ്ലെക്സിയ. ഓഡിറ്ററി ഡിസ്ലെക്സിയയിൽ പ്രശ്നം വരുന്നത് കേൾക്കുന്ന ശബ്ദങ്ങൾ തിരിച്ചറിയുന്നതിലാണ്. പ്രത്യേകിച്ച് അക്ഷരങ്ങളുടെ ഓരോ ശബ്ദങ്ങൾ, സൗണ്ട്സ് ഓഫ് ലെറ്റേഴ്സ് തമ്മിൽ വേർതിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് എഴുതാനുള്ള ബുദ്ധിമുട്ടാണല്ലേ? അതെ, അത് എഴുത്തുമായി ബന്ധപ്പെട്ടതാണ്. പെൻസിലോ പേനയോ ശരിക്ക് പിടിക്കാനും അക്ഷരങ്ങൾ വ്യക്തമായി എഴുതാനുമുള്ള ബുദ്ധിമുട്ടാണ് ഡിസ്ഗ്രാഫിയ. ചിലപ്പോൾ കൈയക്ഷരം വളരെ മോശമായിരിക്കും. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ കുട്ടികളുടെ മാനസികാവസ്ഥയെ അത് വല്ലാതെ ബാധിക്കുമല്ലോ അല്ലേ? തീർച്ചയായും. തുടർച്ചയായി പഠനത്തിൽ പിന്നോട്ടു പോകുമ്പോൾ, കൂട്ടുകാരുടെ കൂടെ എത്താൻ പറ്റാതെ വരുമ്പോൾ കുട്ടികൾക്ക് വല്ലാത്ത നിരാശ, ഫ്രസ്ട്രേഷൻ വരാം, വിഷാദം വരാം, തനിക്ക് ഒന്നിനും കൊള്ളില്ല എന്നൊരു ചിന്ത, അതായത് ലോ സെൽഫ് എസ്റ്റീം വളരാം. അത് പിന്നീട് സാമൂഹികമായ ഇടപെടലുകളെയും ബാധിക്കുമല്ലോ. ബാധിക്കാം. പഠിക്കാൻ താൽപ്പര്യമില്ലാതാവാം, സ്കൂളിൽ പോകാൻ മടി തോന്നാം, സ്കൂളിനോട് തന്നെ ഒരു വെറുപ്പ് വരാം. അതുകൊണ്ടാണ് എത്രയും നേരത്തെ ഇത് തിരിച്ചറിഞ്ഞ് ശരിയായ പിന്തുണയും പരിശീലനവും നൽകണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് ഓട്ടിസത്തെക്കുറിച്ചും ഡിസ്ലെക്സിയെക്കുറിച്ചും സംസാരിച്ചു. ഓട്ടിസം ഒരു വികാസ വൈകല്യമാണ്. അത് സാമൂഹിക ഇടപെടലുകൾ, ആശയവിനിമയം, പെരുമാറ്റം ഇതിനെയൊക്കെയാണ് പ്രധാനമായും ബാധിക്കുന്നത്. അതേസമയം ഡിസ്ലെക്സിയ ഒരു പഠന വൈകല്യമാണ്. ബുദ്ധിശക്തിക്ക് കുറവില്ലെങ്കിലും ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവിനെ, പ്രത്യേകിച്ച് വായിക്കാനും എഴുതാനുമുള്ള കഴിവിനെയാണ് അത് ബാധിക്കുന്നത്. രണ്ടും വ്യത്യസ്തമായ അവസ്ഥകളാണ്. രണ്ടിനും അതിൻ്റേതായ വെല്ലുവിളികളുമുണ്ട്. അപ്പോൾ കേൾക്കുന്നവർക്ക് ഒന്ന് ആലോചിക്കാനായി ഒരു കാര്യം കൂടി പറയാം. ഈ ഓട്ടിസം, ഡിസ്ലെക്സിയ പോലുള്ള അവസ്ഥകളെക്കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും ശരിയായ ഒരു അവബോധമുണ്ടാവുന്നത് എത്ര പ്രധാനമാണ്. ശരിയാണ്. കാരണം ആ അറിവ് ഈ വെല്ലുവിളികൾ നേരിടുന്നവരെ ശരിയായി മനസ്സിലാക്കാനും അവരെ ഒറ്റപ്പെടുത്താതെ അവർക്ക് വേണ്ട പിന്തുണ നൽകി നമ്മുടെയൊക്കെ കൂടെ സമൂഹത്തിന്റെ ഭാഗമാക്കാനും നമ്മളെ സഹായിക്കില്ലേ? അതൊന്നാലോചിച്ചു നോക്കൂ. നമ്മൾ ദിവസവും സംസാരിക്കുന്ന ഈ ഭാഷ, അത് എത്രത്തോളം സങ്കീർണമാണെന്നും അതിന് ഏതൊക്കെ രീതിയിൽ തകരാറുകൾ സംഭവിക്കാമെന്നും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മുടെ ഭാഷാപരമായ വൈകല്യങ്ങളും രോഗങ്ങളും എന്നൊരു വിഷയത്തിലെ ചില കാര്യങ്ങളൊന്നും നോക്കാൻ പോവാണ്. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. നമ്മൾ പ്രധാനമായും 3 അവസ്ഥകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒന്ന്, പ്രായമായവരിൽ കാണുന്ന അൽസൈമേഴ്സ് ഡിസീസ്. പിന്നെ കുട്ടികളിലെ സ്പെസിഫിക് ലാംഗ്വേജ് ഇമ്പയർമെന്റ് അഥവാ SLI. അതുപോലെ ഡെവലപ്മെന്റൽ ഫോണോളജിക്കൽ ഡിസോർഡേഴ്സ്. ഇവ ഓരോന്നും ഭാഷ ഉപയോഗിക്കാനുള്ള നമ്മുടെ കഴിവിനെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് എന്ന് നമുക്കൊന്ന് ലളിതമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ശരി. അപ്പോൾ ആദ്യം അൽസൈമേഴ്സ് ഡിസീസ്. നമ്മളിത് സാധാരണയായി ഓർമ്മയെ ബാധിക്കുന്നൊരു രോഗമായാണല്ലോ കേട്ടിട്ടുള്ളത്. അതെ. പക്ഷെ ഭാഷയുടെ കാര്യത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ശരിയാണ്, ഓർമ്മക്കുറവ് ഒരു പ്രധാന ലക്ഷണം തന്നെയാണ്. എന്നാലും അൽഷിമേഴ്സ് ഭാഷയെ ബാധിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. തലച്ചോറിലെ ചില ഭാഗങ്ങളിൽ, ഈ കോർട്ടിക്കൽ ഭാഗങ്ങളിൽ നാശം സംഭവിക്കുന്നത് കാരണം രോഗിയുടെ സംസാരം, അവരുടെ ഭാഷ വളരെ ലളിതമായിട്ട് മാറും. ലളിതമാവും? അതായത് വാക്കുകളുടെ അർത്ഥം സൂക്ഷിക്കുന്ന ഒരു ഭാഗമുണ്ട് തലച്ചോറിലെ, സെമാന്റിക് മെമ്മറി എന്ന് പറയും. സെമാന്റിക് മെമ്മറി. ഓക്കെ. അതിനാണ് പ്രധാനമായും തകരാറ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേക സാധനത്തെക്കുറിച്ച് പറയാൻ അല്ലെങ്കിൽ ഒരു സംഭവത്തെക്കുറിച്ച് വിവരിക്കാൻ കൃത്യമായ വാക്ക് കിട്ടില്ല. പകരം അവർ ഒരുപാട് പൊതുവായ വാക്കുകൾ ഉപയോഗിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രത്യേകതരം പൂവിനെക്കുറിച്ച് പറയുന്നതിന് പകരം ചെടി എന്ന് പറയും, അല്ലെങ്കിൽ പൂച്ച എന്ന് പറയുന്നതിന് പകരം മൃഗം എന്നൊക്കെ. അങ്ങനെ. അപ്പോൾ വാക്കുകളുടെ ആ ഒരു കൃത്യമായ അർത്ഥം നഷ്ടപ്പെടുന്നു. അതെ. പക്ഷെ വ്യാകരണ നിയമങ്ങളോ അല്ലെങ്കിൽ വാക്കുകൾ ഉച്ചരിക്കുന്ന രീതിക്കോ മാറ്റം വരുമോ? അവിടെയാണ് രസകരമായ കാര്യമാണത്. പലപ്പോഴും ഈ ഫോണോളജിക്കൽ, അതായത് ശബ്ദപരമായ കാര്യങ്ങൾ, പിന്നെ സിൻടാക്റ്റിക്, വാക്യഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനൊന്നും വലിയ തകരാറ് സംഭവിക്കണമെന്നില്ല. അവർക്കൊരു പരിധിവരെ ഗ്രാമർ തെറ്റാതെ സംസാരിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ സംഭാഷണത്തിന്റെ ഒരു സാമൂഹിക വശമുണ്ടല്ലോ. അതായത് പ്രാഗ്മാറ്റിക് നോളജ് എന്ന് പറയും. എപ്പോ സംസാരിക്കണം, അല്ലെങ്കിൽ ഒരാളൊരു ചോദ്യം ചോദിച്ചത് ശരിക്കും അതൊരു അഭ്യർത്ഥനയാണോ എന്നൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ്. പ്രാഗ്മാറ്റിക്. അതെ, ആ കഴിവുകൾ കുറയാം. സംസാരത്തിൽ ഊഴം പാലിക്കാനുള്ള കഴിവ് കുറയാം. അപ്പൊ ചില കഴിവുകൾ നിലനിൽക്കുന്നു,
ചിലത് നഷ്ടപ്പെടുന്നു. അത് ശരിയാണ്. ഇത് കാണിക്കുന്നത് ഭാഷ എന്ന് പറയുന്നത് തലച്ചോറിൽ ഒറ്റ യൂണിറ്റ് അല്ല, പല ഭാഗങ്ങൾ ചേർന്നാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ബ്രോക്കാസഫേഷ്യ, വെർണിക്കേസഫേഷ്യ ഒക്കെ പോലെ തന്നെ. വളരെ ശരിയാണ്. അപ്പോ മുതിർന്നവരുടെ കാര്യം ഇങ്ങനെയാണെങ്കിൽ ഈ കുട്ടിക്കാലത്ത് തന്നെ ഭാഷാപരമായ പ്രശ്നങ്ങൾ നേരിടുന്ന ചില അവസ്ഥകളുണ്ടല്ലോ. അതാണ് സ്പെസിഫിക് ലാംഗ്വേജ് ഇംപയർമെന്റ്, SLI എന്ന് പറയുന്നത്, അല്ലേ? അതെ അതെ. SLI ഒരു വികാസപരമായ പ്രശ്നമാണ്, ഡെവലപ്മെന്റൽ ഇഷ്യൂ. അതായത് കുട്ടിക്ക് കേൾവിക്കുറവോ അല്ലെങ്കിൽ വേറെ ബുദ്ധിപരമായ വെല്ലുവിളികളോ നാഡീസംബന്ധമായ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഭാഷ പഠിക്കാനും ഉപയോഗിക്കാനും മാത്രം ഒരു ബുദ്ധിമുട്ട് വളരെ സാധാരണയായി കാണുന്നൊരവസ്ഥയാണിത്. അപ്പോ ഈ കുട്ടികളിൽ എന്തൊക്കെ തരത്തിലുള്ള ഭാഷാപരമായ ബുദ്ധിമുട്ടുകളാണ് സാധാരണ കാണാറ്? ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് ഈ ഫംഗ്ഷൻ മോർഫീംസ് എന്ന് പറയുന്ന ചെറിയ വ്യാകരണ ഘടകങ്ങളുണ്ടല്ലോ. ഫംഗ്ഷൻ മോർഫീംസ് ഉദാഹരണം? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദ, ഇസ് പോലുള്ളവ. മലയാളത്തിൽ ഓ അല്ലെങ്കിൽ ക്രിയയുടെ കൂടെ വരുന്ന ഉന്നു, ആണ് പോലുള്ള ചെറിയ ഭാഗങ്ങൾ. ശരി. ഇതൊക്കെ ഉപയോഗിക്കുന്നതിലൊരു കാലുകാലസം കാണിക്കും. അല്ലെങ്കിൽ ബഹുവചനം സൂചിപ്പിക്കാൻ മാർ, കൾ ഒക്കെ ചേർക്കില്ലേ? ഭൂതകാലം പറയാൻ ഈ, ഉ എന്നൊക്കെ ചേർക്കുന്നത്. ഇതൊക്കെ ചിലപ്പോ വിട്ടുപോവും അല്ലെങ്കിൽ തെറ്റായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഭാഷയിലെ ശബ്ദങ്ങളെ തിരിച്ചറിയാനും കൈകാര്യം ചെയ്യാനുമുള്ള ഒരു കഴിവ് ഫൊണോളജിക്കൽ അവയർനെസ് എന്ന് പറയും. ഫൊണോളജിക്കൽ അവയർനെസ്. അതെ, അതിലും പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട്. ചെറിയ വാക്യങ്ങൾ മാത്രം ഉപയോഗിക്കുക, കുറച്ചുകൂടി സങ്കീർണമായ വാക്യങ്ങൾ ഉണ്ടാക്കാനും മനസ്സിലാക്കാനും ബുദ്ധിമുട്ട്, പിന്നെ പദസമ്പത്ത് കുറവായിരിക്കും, വാക്കുകൾ കണ്ടെത്താനൊരു ബുദ്ധിമുട്ട്. ഇതിന്റെ കാരണം എന്തായിരിക്കാം? ഇത് സംസാരിക്കുമ്പോൾ ഈ പേശികളുടെ പ്രശ്നമാണോ? അല്ലല്ല, അത് വേറെയാണ്. അത് മോട്ടോർ സ്പീച്ച് ഡിസോർഡറാണ്. ഇത് അതല്ല. SLIയുടെ പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് പല സിദ്ധാന്തങ്ങൾ പറയുന്നുണ്ട്. മാറ്റം വരുത്തുന്നത് ടെൻസ് ആൻഡ് നമ്പർ അഗ്രീമെന്റ്. ഇപ്പോ അവൻ നടക്കുന്നൂന്ന് പറയണം, അവൻ നടക്കുക എന്നല്ല. ആ നിയമങ്ങൾ. അതെ, ആ നിയമങ്ങൾ സ്വായത്തമാക്കാനുള്ള ബുദ്ധിമുട്ട്. വേറെ ചില സാധ്യതകൾ പറയുന്നത് കേൾക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് വേഗത്തിൽ മാറിവരുന്ന ശബ്ദങ്ങള് പ്രോസസ്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ കേൾക്കുന്ന വിവരങ്ങളുടെ ആ ക്രമം ഓർത്തെടുക്കാൻ, ഓർമ്മയിൽ വെക്കാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ ഈ സംസാര ശബ്ദങ്ങള് കുറച്ചു നേരത്തേക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള കഴിവ്, ഷോർട്ട് ടേം മെമ്മറി ഫോർ സ്പീച്ച് സൗണ്ട്സ്, അതിലെ കുറവും ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. ഈ ഓർമ്മക്കുറവ് പുതിയ വാക്കുകൾ പഠിക്കുന്നതിനെയും സംസാരത്തെയും ബാധിക്കാമല്ലോ. ശരിയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഈ SLI ഉള്ള കുട്ടികളില് ഏതാണ്ട് പകുതിയോളം പേർക്ക് പിന്നീട് വായനയിലുള്ള ബുദ്ധിമുട്ട്, അതായത് ഡിസ്ലെക്സിയ, വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഡിസ്ലെക്സിയയുമായി ബന്ധമുണ്ടല്ലേ? ബന്ധമുണ്ട്, ഒരു സാധ്യതയുണ്ട്. മനസ്സിലായി. അപ്പോൾ ഭാഷയുടെ വ്യാകരണവും അതിന്റെ ഘടനയും ശബ്ദവുമൊക്കെ പഠിക്കുന്നതിലെ ഒരു പ്രശ്നമാണ് SLI. എന്നാൽ ചില കുട്ടികൾക്ക് വാക്കുകൾ പറയാൻ, ഉച്ചരിക്കാൻ മാത്രമാണല്ലോ ബുദ്ധിമുട്ട് കാണുന്നത്. അതാണോ ഈ ഡെവലപ്മെന്റൽ ഫോണോളജിക്കൽ ഡിസോർഡേഴ്സ്? അതെ, കറക്റ്റ്. ഡെവലപ്മെന്റൽ ഫോണോളജിക്കൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായും സംസാരത്തിലെ ശബ്ദങ്ങൾ, അതായത് ഫോണീംസ്. അതെ, അത് ശരിയായി പഠിക്കാനും ഉപയോഗിക്കാനുമുള്ളൊരു ബുദ്ധിമുട്ടാണ്. സാധാരണ ഒരു 4 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുട്ടികൾക്ക് പ്രായത്തിനനുസരിച്ചുള്ള ഒരു സംസാര വ്യക്തത വരണം. ഈ അവസ്ഥയുള്ള കുട്ടികൾക്ക് ചില ശബ്ദങ്ങൾ വിട്ടുപോകാം, അല്ലെങ്കിൽ ഒരു ശബ്ദത്തിന് പകരം വേറൊരു ശബ്ദം ഉപയോഗിക്കാം. ഇപ്പോ കാക്ക എന്ന് പറയുന്നതിന് പകരം താത്ത എന്നോ തക്ക എന്നോ ഒക്കെ പറയാം. സാധാരണ കേൾക്കാറുണ്ട് കുട്ടികൾ അങ്ങനെയൊക്കെ പറയുന്നത്. അതെ, ഇത് കാരണം അവരുടെ സംസാരം മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കും. ചിലപ്പോൾ ഇത് വായിക്കാനും എഴുതാനും പഠിക്കുന്നതിനെയും ബാധിക്കാം. ഇതിന്റെ കാരണം എന്താണ്? ഇത് SLI പോലെ തന്നെയാണോ അതോ വേറെയാണോ? ഇതിന്റെ കൃത്യമായ കാരണം അത് വ്യക്തമായിട്ട് അറിയില്ല. കുടുംബത്തിൽ ആർക്കെങ്കിലും ഇതുപോലുള്ള സംസാര പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു ജനിതകപരമായ ഘടകം ഉണ്ടാകാം എന്ന് കരുതുന്നുണ്ട്. പക്ഷെ ഉറപ്പിച്ചു പറയാൻ മാത്രം തെളിവുകൾ ഇപ്പോഴില്ല. ഇത് ചിലപ്പോൾ SLI അല്ലെങ്കിൽ സ്റ്റട്ടറിംഗ്, വിക്കൽ, ഡെവലപ്മെന്റൽ അപ്രാക്സിയ ഓഫ് സ്പീച്ച് പോലുള്ള മറ്റ് അവസ്ഥകളുടെ കൂടെയും കാണാറുണ്ട്. അപ്പോൾ ഇവയെല്ലാം തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതൊക്കെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഒരു ആശ്വാസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ശരിയായ സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജി ചികിത്സയിലൂടെ ഈ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാനോ അല്ലെങ്കിൽ കാര്യമായിട്ട് കുറയ്ക്കാനോ സാധിക്കുമെന്നുള്ളതാണ്. അത് നല്ല കാര്യമാണ്.
അപ്പോൾ നമ്മൾ ഇന്ന് 3 വ്യത്യസ്ത തരത്തിലുള്ള ഭാഷാപരമായ വെല്ലുവിളികൾ കണ്ടു. അൽസൈമേഴ്സ്, ഓർമ്മയോടൊപ്പം ഭാഷയുടെ അർത്ഥം, അതിൻ്റെ സാമൂഹികമായ ഉപയോഗം, അതായത് പ്രാഗ്മാറ്റിക്സ്, ഇതിനെയൊക്കെ ബാധിക്കുന്നു. ഉം, SLA ആണെങ്കിൽ കുട്ടികളിൽ മറ്റ് പ്രകടമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ഭാഷയുടെ വ്യാകരണം, ഘടന, ചിലപ്പോൾ ശബ്ദങ്ങൾ, ഇവയൊക്കെ പഠിക്കുന്നതിനെ ബാധിക്കുന്നു. അതെ. പിന്നെ ഈ ഫോണോളജിക്കൽ ഡിസോർഡേഴ്സ്, അത് പ്രധാനമായും സംസാരത്തിലെ ശബ്ദങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടാണ്. ശരിയാണ്. ഇതെല്ലാം കേൾക്കുമ്പം നമ്മുടെയൊക്കെ ഈ ഭാഷാശേഷി എത്രമാത്രം സങ്കീർണമാണെന്നും അതിൻ്റെ ഓരോരോ ഭാഗങ്ങളെയും പ്രത്യേകമായിട്ട് പ്രശ്നങ്ങൾ ബാധിക്കാമെന്നും നമ്മൾ വീണ്ടും ഓർക്കുകയാണ്. തീർച്ചയായും. അപ്പോ ഈ ചർച്ചയുടെയൊക്കെ അടിസ്ഥാനത്തിൽ നിങ്ങളിത് കേൾക്കുന്നവർക്കായി ഒരു ചിന്ത പങ്കുവെക്കട്ടെ. പറയൂ. ഭാഷാപരമായ ഈ പ്രത്യേക വൈകല്യങ്ങളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിച്ചല്ലോ. ഇതറിഞ്ഞതിലൂടെ നമ്മുടെ സംസാരശേഷി, ആശയവിനിമയം, ഇതിനൊക്കെ പിന്നിലുള്ള തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് കിട്ടിയോ? അതുപോലെ നമ്മുടെ ചുറ്റുമുള്ളവരിൽ, അത് കുട്ടികളാവാം, പ്രായമായവരാവാം, അവരിൽ ചിലപ്പോൾ ആശയവിനിമയത്തിൽ ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ അതിനെ നമ്മൾ സമീപിക്കുന്ന രീതിയിൽ ഈ അറിവ് എന്തെങ്കിലും മാറ്റം വരുത്തും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നല്ല ചോദ്യമാണ്. ഇന്ന് നമ്മൾ നിങ്ങളുടെ പഠന സാമഗ്രികളിലേക്ക് ഒന്ന് ആഴത്തിൽ നോക്കുകയാണ്. വിഷയം വാക്കും സംസാര വൈകല്യങ്ങളും. ഡിസ്പ്രാക്സിയ, പിന്നെ ഈ ശബ്ദവൈകല്യങ്ങൾ, അങ്ങനെയുള്ള ചില ആശയവിനിമയ പ്രശ്നങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. തീർച്ചയായും. നമ്മൾ സംസാരിക്കുന്നത് എത്ര സ്വാഭാവികമായിട്ടാണ് തോന്നുന്നതെങ്കിലും അതിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നാൽ പോലും അത് ആളുകളെ വല്ലാതെ ബാധിക്കും. ശരിയാണ്. അതുകൊണ്ട് ഈ വിഷയങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, പ്രത്യേകിച്ചും ഈ ബുദ്ധിമുട്ടുകൾ ഉള്ളവരെ നമുക്ക് അറിയാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ. അപ്പൊ നമുക്ക് ഡിസ്പ്രാക്സിയയിൽ നിന്നും തുടങ്ങാമല്ലേ? നിങ്ങളുടെ നോട്ടിലെ 4.3.7 ഡെവലപ്മെന്റൽ ഡിസ്പ്രാക്സിയ. ഡിസ്പ്രാക്സിയ അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ വെച്ച് ശരീരത്തിന്റെ ചലനങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് നടപ്പാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, അതാണോ? അതെ, വളരെ ശരിയാണ്. അതുകൊണ്ട് തന്നെ ഇവർ ചുറ്റുപാടുമായി ഒരു ഒരു താളത്തിലല്ലാത്ത പോലെ തോന്നാം എന്ന് പറയാറുണ്ട്. ഓക്കെ. അപ്പൊ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും തലച്ചോറിന് കാര്യങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ഒരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ബാലൻസ് കിട്ടാൻ പ്രയാസം വരും. ചിലപ്പോൾ സാധാരണയിലും കൂടുതൽ വീഴുകയോ തട്ടുകയോ ഒക്കെ ചെയ്യാം. പിന്നെ കാഴ്ചയിലും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലും പെർസെപ്ഷൻ ഡിഫിക്കൽട്ടീസ് എന്ന് പറയില്ലേ, അതിലും പ്രശ്നങ്ങൾ വരാം. ഓ, വൈകാരിക പ്രശ്നങ്ങളും പെരുമാറ്റ പ്രശ്നങ്ങളുമൊക്കെ അതും ചിലപ്പോൾ കണ്ടേക്കാം. അതുപോലെ വായിക്കാനും എഴുതാനും സംസാരിക്കാനും ബുദ്ധിമുട്ട് വരാം. പിന്നെ ഈ സോഷ്യൽ സ്കിൽസ്, മറ്റുള്ളവരുമായി ഇടപഴകുന്നതിൽ പ്രശ്നങ്ങൾ. അതെ, അതുണ്ടാവാം. നിൽക്കുന്നതിലും ഇരിക്കുന്നതിലുമുള്ള പ്രശ്നങ്ങൾ, ഈ പോസ്ചർ ശരിയല്ലാതിരിക്കുക. പിന്നെ ഷോർട്ട് ടേം മെമ്മറി, പെട്ടെന്ന് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റാതിരിക്കുക. അതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരാം. ഇതില് എനിക്ക് ഏറ്റവും ഒരു കൗതുകം തോന്നിയത്, ഇവർക്ക് നല്ല ഐക്യം ഉണ്ടാവാം, ശരാശരിയോ അതിൽ കൂടുതലോ ബുദ്ധി ഉണ്ടാവാം, പക്ഷെ പെരുമാറ്റത്തിലൊരു പക്വത കുറവ് പോലെ തോന്നാമെന്ന്. ശരിയാണ്, അത് പലപ്പോഴും കാണുന്ന ഒന്നാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത് അതൊരു ലൈഫ് ലോങ് ഡിസോർഡറാണ്. ജീവിതകാലം മുഴുവൻ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. ഓക്കേ. പക്ഷേ ശരിയായ സപ്പോർട്ടും ട്രെയിനിങ്ങും കിട്ടിയാൽ ഒരുപാട് മെച്ചപ്പെടാൻ പറ്റും. ഒക്യുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പിയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ തെറാപ്പികൾ. ചികിത്സ കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത് ഇതിനെ മുഴുവനായി മാറ്റാനല്ല, മറിച്ച് അതിന്റെ ലക്ഷണങ്ങളെ ഒന്ന് മാനേജ് ചെയ്യാനും ആ അവസ്ഥയുമായി ജീവിക്കാൻ പഠിക്കാനും സഹായിക്കാനാണ്. മനസ്സിലായി. പിന്നെ ആശയവിനിമയത്തിന് ചിലപ്പോൾ ചിത്രങ്ങളോ ആംഗ്യങ്ങളോ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ക്യൂയിങ് എന്നൊക്കെ പറയും. ഓക്കേ. പല കുട്ടികൾക്കും സ്കൂളിൽ ചിലപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സപ്പോർട്ട് വേണ്ടി വരാറുണ്ട്. ശരി. ഇത് ഓർക്കണം, ഇത് ബുദ്ധിയുടെ കുറവല്ല, തലച്ചോറ് ശരീരത്തിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു വ്യത്യാസം, അത്രയേ ഉള്ളൂ. ഓക്കേ.